നമ്മൾ ഇന്ന് ദൈവദാസനായ തിയോഫിനച്ചനോടൊപ്പം ജീവിച്ച് നമ്മുടെ ഈ ആശ്രമത്തിലെ അംഗമായ ബഹുമാനപ്പെട്ട ജെറിനച്ചൻ്റെ അനുഭവങ്ങളിലേക്ക് തിയോഫിനച്ചൻ ദൈവദാസനുമായുള്ള ഒരു അനുഭവങ്ങൾ ശ്രമിക്കുവാനായിട്ടാണ് അവിടെ ആയിരിക്കുക. നമുക്ക് അച്ഛനോട് തന്നെ ചോദിച്ചറിയാം അച്ഛൻ്റെ അനുഭവങ്ങൾ, ദൈവദാസനുമായിട്ടുള്ള അനുഭവങ്ങൾ. തിയോഫിനച്ചനുമായിട്ട് അച്ഛൻ ഏത് കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചത്? 61-62 ഞാൻ ഇവിടെ സെയിൻറ്റ് പീറ്റേഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് അച്ഛനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്, വേണ്ട പോകും. പക്ഷെ ഞാൻ 62-ലാണ് ഇവിടെ അപ്പസ്തോലിക് സ്കൂളിൽ ചേർന്നത്. അന്ന് അച്ഛന് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് എനിക്ക് ഒരു 16 വയസ്സുണ്ട്. അപ്പോൾ അച്ഛൻ അപ്പോൾ അച്ഛനുമായിട്ട് എനിക്ക് അന്ന് മുതലുള്ള അച്ഛൻ ഞങ്ങളുടെ റെക്ടറായിരുന്നു ശരിക്കും ഈ അപ്പസ്തോലിക് ബ്രദേഴ്സിൻ്റെ. അപ്പോൾ അന്ന് മുതലുള്ള അറിവ് അച്ഛനെ പറ്റി എനിക്കുണ്ട്. നമ്മുടെ നാട്ടിൽ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട് ആൾക്കാർ. ഇവിടെ സമാധിയിൽ പ്രാർത്ഥിക്കുന്നവരൊക്കെ ചിലർ പറയും തിയോഫിനച്ചൻ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ച് ഒരേ സമയം തിയോഫിനച്ചനുമായിട്ട് ഇടപെടാനായിട്ട് സാധിക്കും. അത് വിശുദ്ധരിൽ ഉള്ള ഒരു പ്രത്യേകതയാണ് ബൈ ലൊക്കേഷൻ. വിശുദ്ധ പാദ്രിബിയയ്ക്കും പാതുവായിലെ വിശുദ്ധ അന്തോനീസിനും ഒക്കെ ഉണ്ടായിരുന്നു. വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെടാനും ദൈവീകമായ ഇടപെടലുകൾ അവർക്ക് നൽകുവാനും സാധിച്ചിട്ടുണ്ട്. തിയോഫിനച്ചൻ അങ്ങനെ ഈ ജനങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ. അച്ഛൻ്റെ അറിവിൽ ഏതെങ്കിലും ഒരു സംഭവം ഒന്ന് പറയാനായിട്ട് സമ്മതം? ഞാൻ ഇവിടുത്തെ സുപ്പീരിയർ ആയിരുന്ന സമയത്ത്, അതായത് 1978 കാരണം 75 മുതൽ ഞാനിവിടെ ഉണ്ട്. എങ്കിലും ഞാൻ സുപ്പീരിയർ ആയിരുന്നത് 78 മുതൽ 81 വരെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഈ ഫോർട്ട് കൊച്ചിയിൽ ഗൗതം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അവിടെ ഞാൻ അവിടെ പോയപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കൊറോണേഷൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഒരു ആൾ നടത്തിയിരുന്നു. എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് 80 മേൽ വയസ്സുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം ഈ ട്രൂത്ത് എനിക്ക് വെളിപ്പെടുത്തി തന്നത്. അദ്ദേഹം പറഞ്ഞു, തിയോഫിനച്ചന് ഞാൻ നല്ല ഫ്രണ്ടാണ്, അച്ഛൻ ഇവിടെ വരും, ഞാൻ ഡൊണേഷനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം അച്ഛൻ വന്ന് ഞങ്ങൾ സംസാരിച്ചു. ഞാൻ ഡൊണേഷൻ കൊടുത്ത് അച്ഛനെ വിട്ട്. അതേ സമയത്ത് തന്നെ എൻ്റെ ഒരു സ്നേഹിതൻ, സ്ഥലം ഞാൻ ഓർക്കും, എന്നാലും ഈ കൂത്താട്ടുകുളോ അത്രയും ഡിഫറൻസ് ഉണ്ട്, ഒരു നല്ല ഡിസ്റ്റൻസാണ്. അവിടെ നിന്ന് എനിക്ക് വിളിച്ചിരിക്കുന്നു, ചേട്ടാ ഞാനിപ്പോൾ തിയോഫിനച്ചുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അച്ഛനൂടെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് ഒന്നാന്തരം ഒരു ട്രൂത്താണ്, സത്യമാണ്. ഇതിലൊരു വെള്ളം ചേർക്കലൊന്നുമില്ല. തിയോഫിനച്ചന് ബൈ ലൊക്കേഷൻ ഉള്ള ഇത് സിദ്ധി ഈശോ കൊടുത്തിട്ടുണ്ട്.